ലഹരി വാഴുന്ന വിദ്യാർത്ഥി സമൂഹത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. അന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിശ്വസിക്കാതിരിക്കുക. ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തെ ലക്ഷ്യം വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ വലയിൽ വീഴുന്ന വിദ്യാർത്ഥികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മാതാപിതാക്കൾ മുന്നിലും പിറകിലും ഇരുവശങ്ങളിലും കണ്ണുകൾ തുറന്നിരിക്കട്ടെ. കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് കൃത്യമായ പരിചരണത്തിന് നിങ്ങളെ സഹായിക്കും. അന്ധമായിട്ട് മക്കളെയും അവർ പറയുന്ന വാക്കുകളെയും പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക. അവരെ നിരീക്ഷിക്കുക. സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അസാധാരണ രീതിയിൽ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ കണ്ടാൽ കൂടുതൽ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ദേഷ്യം വരിക, ഒന്നും സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കുക, കുടുംബവുമായി ഇടപെടുന്നതിൽ നിന്ന് മാറി നിൽക്കുക, കഥകടച്ച് ഒറ്റയ്ക്കിരിക്കുക, കൂടുതൽ സമയം കിടന്നുറങ്ങുക, രാത്രി ഉറങ്ങാതെ പകൽ കിടന്നുറങ്ങുക, അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റുക, ബാത്റൂമിൽ കൂടുതൽ സമയം ചിലവഴിക്കുക, ബാത്റൂമിലെ ഗന്ധം ശ്രദ്ധിക്കുക, പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പ്രത്യേകം മണം അവരുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ അനുഭവപ്പെടുക, അവർ തന്നെ വസ്ത്രങ്ങൾ എടുത്തലക്കുക, പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തുക, മുതിർന്നവരുമായി കൂടുതൽ കൂട്ടുകെട്ട് കാണിക്കുക, അവരുമായി കൂടുതൽ അടുപ്പം കാണിക്കുക, സമയം വൈകി വീട്ടിൽ വരിക, ഇടയ്ക്കിടെ അവരുടെ ബാഗുകൾ, വസ്ത്രങ്ങൾ സ്നേഹത്തോടെ പരിശോധിക്കുക, വസ്ത്രങ്ങൾ വരുന്ന കറകൾ ശ്രദ്ധിക്കുക, അസാധാരണമായ വസ്തുക്കൾ ശ്രദ്ധിക്കുക, ഗുളികകൾ, പൊടികൾ, മിഠായി പോലുള്ളവ, ചുമയ്ക്കുള്ള മരുന്നുകൾ, ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശകൾ, തുള്ളിമരുന്നുകൾ, പ്രത്യേകതരം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിക്കർ, സമയക്രമം ഇല്ലാതെ വരുന്ന ഫോൺ കോളുകൾ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ പരിശോധിക്കുക. ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. കണ്ണിൽ വരുന്ന നിറവ്യത്യാസങ്ങൾ, കൂടുതൽ ചുവന്നിരിക്കുക, കണ്ണ് വരണ്ടിരിക്കുക, ശാരീരിക ഭാഷയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ശരീരത്തിൽ കാണപ്പെടുന്ന മുറിവുകൾ, കൈകളിൽ കാലുകളിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ പോലെയോ ഇഞ്ചക്ഷൻ പാടുകൾ, പല്ലുകൾ കാണുന്ന നിറവ്യത്യാസങ്ങൾ, ചുണ്ടുകൾക്കിടയിൽ കാണുന്ന മുറിവുകൾ, ഇടയ്ക്കിടെ വരുന്ന തലകറക്കം, തലവേദന, ഛർദി, വിശപ്പില്ലായ്മ, രുചിയില്ലായ്മ. മാതാപിതാക്കൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മക്കളുടെ മുന്നിൽ നിന്ന് പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യാതിരിക്കുക. നിങ്ങൾ വലിച്ചു കഴിഞ്ഞെറിയുന്ന സിഗരറ്റ് കുറ്റികൾ മക്കളെടുത്ത് വലിച്ച് ശീലമാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കുടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മദ്യക്കുപ്പികൾ അവരെടുത്ത് കഴിച്ചേക്കാം. മക്കളുമായി നന്നായി ഇടപെടുക, ആശയവിനിമയം നടത്തുക, അവർക്കായി സമയം മാറ്റിവെക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക. മക്കളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയെന്ന് അറിയുക, അവരെ കുറിച്ച് അറിയുക, അവരുടെ മാതാപിതാക്കളായി നല്ല ബന്ധം നിലനിർത്തുക. ഓരോ ദിവസവും സ്കൂളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക, ഉചിതമായ ഉപദേശങ്ങൾ നൽകുക. മക്കളുടെ അധ്യാപകരുമായി നല്ല ബന്ധം സൂക്ഷിക്കുക, അവരുടെ പഠന നിലവാരം ചോദിച്ചു മനസ്സിലാക്കുക. കേവലം പഠനവും കൂടുതൽ മാർക്കും മാത്രമല്ല അവരുടെ ജീവിതം, അവരുടെ സർഗാത്മകമായ കഴിവുകൾ അറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. ആവശ്യ വസ്തുക്കൾക്ക് പണം കൊടുക്കുന്ന കേവലം യന്ത്രമായി മാറരുത് മാതാപിതാക്കൾ. അവരുടെ താല്പര്യവും കഴിവുകളും മനസ്സിലാക്കി പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണോ? ആദ്യമേ മനസ്സിലാക്കേണ്ടത് ലഹരി ഉപയോഗം കേവലം ദുശീലനത്തിനുപരി അതൊരു അസുഖമാണെന്ന് തിരിച്ചറിയുക. അവരെ അടിച്ചതുകൊണ്ടോ ശകാരിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ മുറിയിൽ അടച്ചിട്ടതുകൊണ്ടോ അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണമെന്നില്ല. കൃത്യമായ ശാസ്ത്രീയ ചികിത്സ സമയോചിതമായി നൽകിയാൽ തീർച്ചയായും അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ചിലപ്പോൾ 6 മാസം മുതൽ 8 മാസം വരെയുള്ള ചികിത്സ ആവശ്യമായി വന്നേക്കാം. മറ്റുള്ളവർ അറിയുമെന്ന് വിചാരിച്ച് ആവശ്യമായ ചികിത്സ നൽകാതിരുന്നാൽ കാര്യങ്ങൾ കൂടുതൽ മോശമായ രീതിയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ നൽകുക. സംസ്ഥാനത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വിമുക്തി മിഷന്റെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. 14-405 ടോൾ ഫ്രീ, വാട്സ്ആപ്പ് 9400007777. ഓരോ ജില്ലകളിലും താലൂക്ക് ആശുപത്രി അടിസ്ഥാനത്തിലും ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 3 സോണുകളായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കൗൺസിലിംഗ് സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നു. Drugs, MediwingS, Kerala.